ഗൈസ് നമ്മളിപ്പോ ഉള്ളത് കഴക്കൂട്ടത്താണ്. റോക്ക് പേപ്പേഴ്സിന് നമ്മള് കല്യാണത്തിന്റെ പ്രിപ്പറേഷൻ. എന്തിനാണ് നമ്മൾ വന്നത്? ഈ ചൊളക്കുട്ടീനെ മിനിക്കാൻ. നമ്മള് വെളിയിൽ നിൽക്കേണ്ട, അകത്തോട്ട് കേറാം. ഇവിടെ ഭയങ്കര ശബ്ദം. എനിക്ക് എന്ത് ചെയ്യാൻ? ഇനി ചെയ്താൽ ഞാൻ ചിലപ്പോ സിനിമയിൽ അവർ അഭിനയിക്കാൻ വിളിക്കും. വെള്ളം കോരാൻ വേണ്ടിട്ട് സിനിമ ബാക്ക് എടുത്ത് നോക്കും. കല്യാണ പെണ്ണിനാണ് ചെയ്യാനായിട്ട് വന്നത്. പിന്നെ ഞാനിവിടെ കല്യാണത്തിൽ നിൽക്കണ പയ്യൻ ചെയ്യണ്ടേ? എപ്പോഴും വെച്ചോണ്ട് ഉറങ്ങും, കാറിൽ ഉറങ്ങുമ്പോഴും നമ്മളൊരു സാധനം ബ്രാൻഡായിട്ട് മേടിച്ചാൽ അത് എല്ലാരെയും കാണിക്കണം. അതാണ് അതിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് അനിയന്മാർ സുന്ദരമായിട്ട് ഇരിക്കണ്ടേ? ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ ഡാൻഡ്രഫ് പ്ലസ് പെയിന്റ് അടിക്കാൻ പോണു മുഖത്ത്. ചുമ്മാ നിങ്ങളുടെ റിയാക്ഷൻ വെച്ചു. ഇല്ലാത്തവനെ അറിയാവൂ. ഫുൾ ക്ലീൻ നാർണിയയില് ഒരാളുണ്ടറിയാമോ? കാല് മറ്റേ നാർണിയ സിനിമയില് ഞാൻ ഇങ്ങനെ വെച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അസ്ന ഇവിടെ സൈഡ് ഇങ്ങനെ എടുത്തിട്ട് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ട്രോൾ ചെയ്ത് ഇങ്ങനെ ഇട്ടാലോ? ഞാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അന്നത്തെ ബസ് കട്ടടി അബി ഗൈസ് അഭിനെ കാണാനില്ല. സൗണ്ട് കേൾക്കുന്നു. നിങ്ങൾ സമ്മതിക്കല്ലേ? പാട്ടിട്ട് ഉറങ്ങി കിടക്ക് പോകുന്നത് ശല്യപ്പെടുത്തും. ഇപ്പൊ തന്നെ സത്യം പറഞ്ഞ സുന്ദരനായി. ഇത് ഇങ്ങനെ പണിയായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻജോയ് കേട്ടോ. വല്ല ഉണ്ടെങ്കിൽ വിളിച്ചാൽ സങ്കടം വരണം. അഭിനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേടാ, ഓടി വരാ ഞാൻ. മുഖത്തിന്റെ മാസ്ക് ഒരു ഊരിയിരിക്കും. ഇപ്പൊ കറുത്ത കളർ പുറത്തു വന്നു. ഇപ്പൊ തന്നെ അഭിനയി. സ്കൂളിൽ പോകാൻ റെഡിയാവും. അനന്തച്ചാന് നമ്മള് കല്യാണത്തിന്റെ ഷൂട്ടിന്റെ കൂടെ ഹെയർ കട്ടല്ല നോക്കുന്നത്, ഈ ഹെയർ സ്റ്റൈലാണ് നോക്കുന്നത്. രണ്ട് കൊമ്പെട്ടിയ സൂപ്പർ. ഇങ്ങനെ വെടുത്തെടുത്തെടുത്തൊരു ദിവസം മുട്ട അടിച്ചെടുത്തു കല്യാണത്തിന്. ബസ് കൊണ്ടനാവും. ബസ് കണ്ടടിച്ചാലോ? വരുമ്പോ കുളിച്ചിട്ടൊക്കെ വരാതെ ആ ചേട്ടനൊരു ബുദ്ധിമുട്ടായി. ഇപ്പൊ നമ്മള് മുകളിൽ പോയി കുളിക്കണത് അവിടെ എടുത്തിട്ട് വേറെ തുടങ്ങായിട്ടൊരു ഓർമ്മ ഉണ്ടോ? കരിഞ്ഞു എന്തോ ബാക്കി കൂടെ ഒന്നും നടന്നില്ലെങ്കിൽ പണ്ട് പപ്പ ഇട്ട് കൊടുക്കുക. അതെന്ത് മറ്റേ മുള്ളംപന്നി വിളിക്കണം കല്യാണത്തിന്. പണ്ടത്തെ ഹെയർ സ്റ്റൈൽ ഞാൻ കണ്ടിട്ടില്ല. അല്ലല്ല, അത് വേറെ കണ്ടന്റ് ഉണ്ട്. പണ്ടത്തെ റിയാക്ടിങ് വീഡിയോസ് കൊണ്ട് കണ്ടന്റ്. ആനന്ദിന്റെ പണ്ടത്തെ ഹെയർ സ്റ്റൈൽ കാണണം. ഇജാതി ഇതുപോലെ അല്ലായിരുന്നു. ഫയർ ആയിരുന്നു, ഫയർ. എന്താ മുഖത്തിന്റെ അത്ര ഉണ്ട്. ഇങ്ങനെ ഇട്ടാലും മുടി ഇവിടെ ഫ്രണ്ടിൽ കിടക്കുന്ന അത്ര തന്നെ ഉണ്ട് എന്റെ മുടി. കട്ടി നോക്ക്. ഇപ്പൊ വെളുത്തില്ലേ അച്ഛാ? ചുവന്നു. പിന്നെ ജിത്തു ചാനെ പാണ്ടി കരിമ്പാറ മോനെ എവിടെ പോയി നോക്ക്. കരി വരുമ്പോ ഇടാതെ വേണ്ട ഇവിടെ ഡ്രസ്സില്ലാ നിൽക്കുന്നത്. ഞാൻ ജിത്തു ചാനെ നോക്കാനിട്ടത്. എന്താ ഡീറ്റാൻ ചെയ്തില്ലേ? പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല.
ഞാൻ ഇവർ രണ്ടുപേരും പറഞ്ഞോണ്ടാണ് ഇത് ചെയ്തത്. എനിക്ക് ഞങ്ങളെല്ലാരും ഇതിന് ചെയ്യാൻ പോകും. ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല. ഞാനും പിന്നെ ഡെയിലി ചെയ്തോണ്ടായിരിക്കുന്നത്. എന്നെ പട്ടിച്ചളഞ്ഞ് 2 ജർമ്മൻ. അതെ ക്യാരക്ടർ കയറി ഇനി എക്സ്ട്രാ സൈഡിൽ നിൽക്കാരെ അപ്പുറത്തെ വേണ്ടി മൈൻഡ് ചാടിയപ്പോ അവന്റെ അങ്കിൾ അടിച്ചു കൊന്നു. നീ മദ്യം ചാടിയപ്പോ കാലത്തത് ഒടിഞ്ഞു. അച്ഛനെ കയറ്റി വിടാം. 2 ദിവസം ചത്ത പ്രേതമായിട്ട് അപ്പൊ ഞാനിപ്പോ മുടി വെട്ടാൻ പോവാണ്. മൊത്തം വെട്ടില്ല, കുറച്ച് വെട്ടിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ നല്ലവണ്ണം വെട്ടണം. എന്നിട്ട് ലീവ് കഴിയുമ്പോ ഓ ഭയങ്കര തണുപ്പ് കേട്ടാ തലക്കകത്ത്. ഡാൻഡ്രഫ്. നീ ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇരിക്കുന്നത്. അടുത്ത ഹെയർ കട്ട് ചെയ്യണം. എന്ത് നല്ല മുടി ചെയ്യുമ്പോ മാത്രം ഇങ്ങനെ പോയി കുളിക്കാതെ കൊള്ളായി. അടുത്തതാണ് സൂപ്പറായിരിക്കും. ആടിന് പുതിയ മോഡലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് എന്റെ മുടിയുടെ റിയാക്ഷൻ എടുക്കാൻ പോവാ. അച്ഛാ നിങ്ങൾ എവിടെ? അച്ഛാ നിങ്ങൾ എവിടെ? അച്ഛാ എല്ലാരും ഉറങ്ങണം. അച്ഛാ എന്റെ മുടി സെറ്റായി. അയ്യോ, ഞാൻ റിയാക്ഷൻ വീഡിയോ എടുക്കാനാണ് വന്നത്. കണ്ണടച്ചിരുന്ന എങ്ങനെ റിയാക്ഷൻ അറിയാം? ശരി എന്നാ എന്താ ചെന്ന നോക്ക്. എന്താ എന്റെ അടുത്ത ക്ലിനിക് പ്ലസിലെ മോഡൽ അറിയാമോ? എന്താ എപ്പ കഴിയും? കഴിഞ്ഞ ഒരിക്കൽ വിരിച്ചു നോക്കട്ടെ. നേരത്തെ ഇരുന്നതിന് അപേക്ഷിച്ച ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. ഇങ്ങ് നോക്ക്, എന്നെ നോക്ക്. ആ ഇപ്പൊ തോന്നുന്നു. എന്താ ചാൻ എങ്ങനെ ഇഷ്ടപ്പെട്ട? എന്താ എന്നെ നോക്ക്, എന്നെ നോക്ക്. എന്റെ റിയാക്ഷൻ എന്താ നേരത്തെ തന്നില്ല. ഇപ്പൊ വായപ്പ എന്റെ മുടി നോക്ക്. നല്ല രസമുണ്ട് കാണാൻ. ചേച്ചി എന്തൊക്കെ ചെയ്ത്? നല്ല മൃദുലമായ കൈകൾ. നല്ല സുഖം. കാലക്കാട്ടിരിക്കണം. എത്തുന്നില്ല കാല്, അതാണ് ഞാൻ ആട്ടുന്നത്. മനസ്സിലാവുന്നുണ്ട്. അല്ലല്ല കുറച്ചിന് വെട്ടി. എനിക്ക് ഓൾറെഡി മുടിയില്ലായിരുന്നു. ചേച്ചിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റം. ആനി എന്റെ അടുത്ത് പറഞ്ഞു ലൈറ്റായിട്ട് വെട്ടാ. എന്നിട്ട് എന്നെ ആദ്യം പറഞ്ഞു വിട്ടു. ഞാൻ സത്യം പറഞ്ഞ ഇതിനേക്കാൾ നല്ല വെട്ടാനാണ് വിചാരിച്ചത്. ബട്ടർഫ്ലൈ ഒക്കെ വെട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ അവിടെ വരുന്നപ്പോ പറഞ്ഞു ഇങ്ങനെ എല്ലാം വെട്ടിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പഴേ ബട്ടർഫ്ലൈ വെട്ടി വിടട്ടെ. ഒരിക്കൽ ബാക്ക് കാണിക്ക്. ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ലോങ് ഉണ്ട്. അപ്പൊ ഗൈസ് ഞാൻ മനം മാറ്റി. നമ്മൾ ഒറ്റ മൈൻഡോടെ മുടി വെട്ടുന്നോ എന്ന് വെച്ചാ ആരെങ്കിലും എന്തെങ്കിലും പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് വന്നത് ഇല്ലേ. ഇതില്ലേ തീരെ ബ്ലാങ്ക് ആയിപ്പോ. എന്നിട്ട് ഇപ്പോഴും എടുക്കരുത്. ഫൈനൽ മാത്രമാണ് എടുക്കാം. ഞാൻ എടുക്കും. ഈ കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വീണ്ടും ചെയ്യാൻ പോണെനിക്ക്. സത്യം പറ, ആദ്യം ചെയ്ത്, പക്ഷെ അതില് ഇതുപോലെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇനി കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. ഭയങ്കരമായിട്ട് ഇതാക്കി വേണ്ട, ഇതൊന്നും വേണ്ട. ജസ്റ്റ് ആ ചേച്ചി ജസ്റ്റ് തുമ്പ് വെട്ടിയിട്ട് ഇത് ചെയ്തിട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു മതി. നോക്കിയപ്പോ താരം പറഞ്ഞ എല്ലാം വെട്ടിട്ട്. ഞാൻ നോക്കിയത് എന്താ, ചേച്ചി പറഞ്ഞ ഈ കട്ട് വെട്ടണമെങ്കിൽ ഇത് അവര് വാഷ് ചെയ്ത് തരാന്ന് പറഞ്ഞു. വാഷ് ചെയ്ത് തന്നു. ഇത് എത്ര തൊട്ട് ഞാൻ വെട്ടണമെന്ന് അറിയാമോ അച്ഛാ? അറിഞ്ഞില്ലല്ലോ ഞാൻ രണ്ടാമത്തോട്ടാണ്. ഫസ്റ്റ് ചേച്ചി വെട്ടി ബട്ടർഫ്ലൈയും ലെയറും ഫ്യൂഷൻ ആണ് ചേച്ചി എന്തോ പറയും. കൊള്ള ഇനി ഞങ്ങളുടെ അമ്മ ഞാൻ പോയി വെട്ടിയെന്ന് അറിയുമ്പോ കൊള്ളാം. പക്ഷേ കൊള്ളാം. സെയിം ബട്ട് ഡിഫറെന്റ്. ഇത് അവര് ചെയ്തിട്ടിരിക്കണോണ്ട് ഇങ്ങനെ ഇരിക്കണം. എന്റെ കൂടെ ഇങ്ങനെ ഒന്നും കിടക്കത്തില്ല. കൊള്ളാമെന്ന് തോന്നുന്നു. വീട്ടിൽ പോകുമ്പോ അവര് കൊള്ളാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മുടി വളരും. അതല്ല, മുടിയാകുമ്പോ വളരും. അതുകൊണ്ട് നമ്മൾ വെട്ടണം. വെട്ടിക്കൊടുത്താലേ വളരത്തുള്ളൂ. അതെ ഇടക്കിടക്ക് ഇങ്ങനെ
ആണുങ്ങൾ ഒത്തിരി മുടി വെട്ടാൻ പറഞ്ഞത്, പെണ്ണുങ്ങൾ വെട്ടാൻ പറഞ്ഞത്. കല്യാണമൊക്കെ അല്ലേ വല്ലപ്പോഴേ നമ്മൾ മുടി എടുത്തോളൂ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അമ്മാവനെ പോലെ നോയിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇത് വെട്ടി ഇതൊക്കെ എന്റെ മുടി കൊള്ളാം, ഇതൊക്കെ എന്റെ മുടി കൊള്ളാം. എന്താ അല്ലേ മഞ്ജു? ഇതുപോലെ ചേച്ചി ഉണ്ടാ പോണു ഇല്ല. ഓക്കെ ഫൈൻ. എന്താ നിലയുടെ പോണു? സംഭവം ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വരണം. ഓ നെയിലാട്ട് ചെയ്യണല്ലേ. അപ്പോൾ ഞങ്ങൾ നെയിലാട്ട് ചെയ്യാൻ ഞങ്ങൾ വന്നത് ഡി ആർട്ടിസ്റ്റ് നെയിൽ സലൂണിലാണ്. ഇപ്പൊ അശ്നേച്ചിയും ചെയ്യുന്നുണ്ട്, ഐഷേച്ചിയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷമാണ് എനിക്കും ചെയ്യുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുന്നോണ്ട് അറിയത്തില്ല അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ചെയ്ത് നോക്കണം എന്നൊരാഗ്രഹം. എനിക്ക് ചെയ്യണം. അതെ അത് എനിക്ക് ചെയ്യണം. മുത്തച്ഛൻ ആഗ്രഹം തോന്നണം ചെയ്യണം. ചേടാ അവ 2 റോസ് ഇട്ട എവിടെ? അതെന്താ അങ്ങനെ പിങ്ക് സെലക്ട് ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കട്ടെ സക്സസ് ആവുമെന്ന്. ചെറിയ പേടിയൊക്കെ ഉണ്ട്. അതുപോലെ കൈക്ക് ചേരുമ്പോ നോക്കാം. എന്റെ കൈക്ക് വൈറ്റ് ഒക്കെ ചേരാം. ഒരു കളർ പറ, അതൊരു വിരല്, ഞാൻ പറയണ ഒരു വിരല്, അവൻ പറയണ ഒരു വിരല്, അങ്ങനെ എല്ലാരും പറയണ ഓരോ വിരല്. അല്ലേ പക്ഷെ ഇതിന്റെ ഒരു പിങ്കിഷ് ഷെയ്ഡാണ് ആർമി കളർ. കല്യാണത്തിന് വേണ്ടി വളർത്തിയതിൽ. പക്ഷെ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ സാധനം വയ്ക്കും, എങ്കിലേ അത് നിക്കത്തുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും കട്ട് ചെയ്യാതെയൊക്കെ വളർത്തുക. അറിയാനുള്ള ആരെങ്കിലും ചോദിക്കണ്ടേ ആദ്യം? എന്റെ അടുത്ത് ചോദിച്ചതിന് മതിയായിരുന്നു. എനിക്കറിയായിരുന്നു എന്ത് തന്നെ അതൊരു കൗണ്ടർ. നമുക്കറിയാം, നമ്മള് പിന്നെ പറയണ്ടെന്ന് വിചാരിക്കും. എനിക്കറിയാലോ. എടാ എനിക്കറിയാം, ഞാൻ ചെയ്യാൻ പോയിട്ടുണ്ട് കൂടെ. കൂടെ പോയപ്പോ ഉണ്ടല്ലോ ഞാൻ കൂടെ പോയി ശീലിച്ച്. അതുകൊണ്ടാ ഇവരെ തന്നെ പിന്നെ അയ്യോ അയ്യോ പോ ഇറങ്ങി 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 ഇറങ്ങി. അതേ പായം തലകണ്ടോ ജോലി. നല്ല ക്ഷീണം ഒന്ന് കിടക്കട്ടെ. നല്ല വിശപ്പ്, ആശ്വാസമായി. അനന്തിട്ട് അവിടെ ഒറ്റയ്ക്ക് ഞങ്ങൾ 5 പേര് ഇട്ടുണ്ട് വന്ന് എന്നെ പൊക്കയില്ല കളിയാക്കി. ഇപ്പൊ ഗുണം മനസ്സിലായത്. അറിയാം എന്താ അറിയാവോ, ഞാൻ ഒരു ചേട്ടന്റെ ബാഗിൽ ഒളിച്ചിരിക്കുന്നു. മറ്റേ മണ്ടയിൽ അടിക്കുന്നു. സോ സാറ്റിസ്ഫൈഡ്. കുട്ടി പറയുക ചേച്ചി കൊള്ളാം എനിക്കത്ര ഇതായില്ല, വന്നോട്ടെ എനിക്കിട്ടുള്ള വെച്ചോണ്ടിരിക്കുക. എനിക്ക് തോന്നി അങ്ങനെ വരൂ. കൈയല്ലേ പേടിയാവണം അശ്നേച്ചി ഇതും കൊണ്ട് വീട്ടിൽ വന്ന. ഞാൻ എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. അറിയില്ലൊന്നുമല്ല, എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമല്ലോ. ചേച്ചി ഇപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വിഷ്വലാണ് നിങ്ങൾ ഇപ്പൊ കണ്ടിരിക്കുന്നത്. ഇനി അതിനുശേഷമുള്ള വിഷ്വലാണ് കാണിച്ചു തരാം. ഐശ്വര്യ ഇപ്പൊ ചെയ്യണല്ലോ എന്നല്ലേ മൂഞ്ചി ഏതായാലും ഐശ്വര്യ 2 മണിക്കൂറായി. തീരുവായിരിക്കും പെട്ടെന്ന്. ഉള്ള മുടിയൊന്ന് വെട്ടിക്കളയണ്ടെന്ന് പറയട്ടോ. മുടി വെട്ടാര് ഹായ് ഗായ് ജ്യൂസ് കൊണ്ടുവന്ന് എന്തുണ്ടാ ചേച്ചി ഒന്നും കഴിക്കാ. അല്ല ഇവിടെ ഇല്ല, അവിടെ ആ ജ്യൂസ് കൊണ്ട് കൊണ്ടുപോയി 2 മണിക്കൂർ ജ്യൂസിന് വെയിറ്റ് ചെയ്തിരിക്കും. 2 മണിക്കൂർ ജ്യൂസ് വന്നിട്ട് വെച്ചിട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് കൊടുക്കാത്തത്. ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചിട്ട് വെച്ചിരുന്നു, ചേച്ചി ഇവിടെ ഇല്ലായിരുന്നു. കൊള്ളാം ചേരുത്തട്ട് കളർ ചേരുത്തട്ട്. ഫസ്റ്റ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കളറിന്റെ കാര്യത്തിൽ. ഞാൻ ഡ്രസ് ഇനി വ്ളോഗ് എടുക്കുമ്പോ നമുക്ക് ഇനി കൈകൾ മാത്രം കാണാം. എവിടെ ചെയ്തത്, ആര് ചെയ്തതാ? ഡി ആർട്ടിസ്റ്റ് ഇത് ചെയ്തതാണ് ഗൈസ്. പുകയൊക്കെ ആണെങ്കിൽ
മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് കരിഞ്ഞു പോകുന്നു തോന്നുന്നു കല്യാണത്തിന് മുമ്പ്. എനിക്ക് എന്തെങ്കിലും പറ്റിയടിച്ചതാണ് കാരണക്കാര്. എന്തോ വായിൽ കൊള്ളാത്ത പേരുള്ള സാധനം എല്ലാം പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷനാണ് ഈ ലൈവായിട്ട് കാണുന്നത്. തലയൊക്കെ പുകയുന്നു എന്റെ തലയൊക്കെ. രജിസ്റ്റർ മാരേജ് ഒക്കെ മതിയല്ലേ? ഓ ധാരാളം. എന്റെ പിള്ളേരെ ഞാൻ അടിച്ചു വളർന്നു. രജിസ്റ്റർ മാരേജ് കുറച്ച് ഞാൻ ഉറങ്ങും. എന്നെ എണീപ്പിക്കണേ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇപ്പൊ ഉറങ്ങും. നല്ല സുഖമുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഓണം അങ്ങനെ വലിയ ദുഷ്ടസിദ്ധങ്ങളൊന്നുമില്ല മനസ്സിൽ. ഇവിടുത്തെ മസാല കിട്ടില്ലോ എന്ന് മാഹിമച്ചാൻ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു സൈഡിൽ ഇരുത്ത്. അങ്ങനെ പറയണ പോലെ ചെയ്യാം. വിളി വിളി. ഫൈനൽ ലുക്ക് കൊള്ളാം. ഇഷ്ടപ്പെട്ടാ? ശരിക്കും പറയട്ടാ, ആനിയേഷനെ ചെയ്തതിനായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഹെയർ ഒരു ഇതുണ്ട്, ഒരു രസമുണ്ട് കാണാൻ അല്ലേ. എനിക്ക് ആനിയേഷൻ ചെയ്തതിനായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വേറെ ഇത് റേ അതുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഓ ഇത് വേറെ സാധനം ചെയ്തത് അവര് വേറെ സാധനം ചെയ്തത് അങ്ങനെ കൊള്ളൂലെന്നല്ല, കൊള്ളാം. പക്ഷെ ബാക്കിൽ മുടി കുറവ് പോലെ ഉള്ള മുടി തന്നെ കൂടുതലൊന്നും വെച്ചിരുന്നില്ല അവന്. ഇത്ര വെട്ടി മുടി നോക്ക്. കുഴപ്പമില്ല, അത്യാവശ്യം എന്റെ ലുക്ക് ഉണ്ട്. ആക്ച്വലി ഇവരുടെ കസ്റ്റമർ സർവീസ് ഇവരുടെ കസ്റ്റമർ സർവീസ് ഗുഡ്. ഇങ്ങനെ ഞാൻ ആ ചേട്ടനെ കാണാൻ കൊള്ളായിരുന്നു, അതുകൊണ്ട് നോക്കിക്കൊണ്ട് അപ്പൊ കൊള്ളായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇവര് ഇന്ന് ഫുള്ള് ഞങ്ങൾക്ക് എല്ലാ appointment ഞങ്ങൾക്ക് വേണ്ടിയാണ് വെച്ചത്. അപ്പോയിന്റ്മെന്റ്സും ഇവര് ബ്രേക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ഫുള്ള് ഇവര് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവരുടെ സ്റ്റാഫ് എല്ലാരും സൂപ്പർബായിട്ട് ഞങ്ങളെ ട്രീറ്റ് ചെയ്ത്. എനിവേ താങ്ക് യു. സ്ഥലം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ കഴക്കൂട്ടത്താണ്. എന്തായാലും പറഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. റോക്ക് പേപ്പർ സലൂൺ, അതാണ് ഈ സലൂണിന്റെ പേര്. കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ പാലല്ലേ നമ്മുടെ കഴക്കൂട്ടം പാലത്തിന്റെ താഴെയായിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ അടുത്തായിട്ടിരിക്കുന്നത്. അപ്പോ വരിക, നല്ല സർവീസ് ആണ്, എല്ലാരും വരിക. അപ്പോ എല്ലാത്തരം മേക്കപ്പും ഉണ്ട്, ബ്രൈഡിന്റെ ഉണ്ട്, എല്ലാം നോർമൽ ഗ്രൂം മേക്കപ്പ്, ബ്രൈഡൽ മേക്കപ്പ്. ഇവിടുത്തെ ഹെയർ സ്റ്റൈലിസ്റ്റ് പറയാനേ വയ്യ, സോ സൂപ്പർ ആയിരുന്നു ആ ചേച്ചി. ഫസ്റ്റ് ടൈം ചെയ്ത് ഗൈസ്, ഫസ്റ്റ് ടൈം ചെയ്ത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗൈസ് നമുക്ക് ചെയ്തെന്ന് ചേച്ചിയുടെ പേരെന്താ? ചേച്ചി നമുക്ക് വേണ്ടി 6 മണിക്ക് പോയേണ്ട ചേച്ചി 7:15 താങ്ക് യു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചെയ്തത്. ശരിക്കും പറഞ്ഞ പേരുണ്ടായിരുന്നത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗൈസ് നിങ്ങൾക്കും നെയിൽ ആർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡി ആർട്ടിസ്ട്രി വഴുതക്കാട് വരിക, സൂപ്പർ ആയിട്ട് നെയിൽ ചെയ്യാം. അമ്മു ചേച്ചിയുടെ വാവനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ജിത്തോച്ചാന് മെയിൻ ആയിട്ട് അവര് വരുന്നതിന് മുന്നേ ഞങ്ങള് എണ്ണം എടുത്താ. ഞാൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ട്രയല്. എന്താ കൊച്ചിനെ കടയിപ്പിച്ചില്ല. ഞാൻ അടുത്ത് വന്നല്ല കണ്ട ശബ്ദം ഉണ്ടാക്കി കൊച്ചിനെ കളഞ്ഞു വീട്ടിൽ അടിച്ചിട്ടിരിക്കുന്നു. എന്റെ അടുത്ത് വന്നറാ, എല്ലാരും കൂടെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി കൊച്ചു കരഞ്ഞു. കൊള്ളാം 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 മച്ചു. നല്ല രസമുണ്ട്, കൊള്ളാം. എല്ലാവരും കൊള്ളാം. ഓ എല്ലാരും തിരിച്ചു നോക്കിക്കൊണ്ട് എല്ലാരും തിരിച്ചുകൊണ്ടോക്കി. നിനക്ക് ഇഷ്ടപ്പെട്ടാ? നിനക്ക് ഇഷ്ടപ്പെട്ടാ? നിനക്ക് ഇഷ്ടപ്പെട്ടാ? 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 നിനക്ക് ഇഷ്ടപ്പെട്ടാ? നിനക്ക് ഇതാ ഇഷ്ടപ്പെട്ടു? ഇതാ ഇഷ്ടപ്പെട്ടു? നിനക്ക് ഇതുവാ? ഇനി ഒരു ബന്ധമില്ല, ഒരുപോലെ അല്ലേ എടുക്കണ? കാണിച്ചില്ലേ ഇതുവരെ?